ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പിള്ളേർക്ക് സ്കൂളില്ലാത്ത ദിവസം എപ്പോഴും വിശപ്പാണ് കേട്ടോ. ഇവിടെ ചോറും കഞ്ഞിയും കറിയൊന്നും വെച്ചാൽ അവർ കഴിക്കില്ല. അവർക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കണത് ഗുലാബ് ജാമാണ് കേട്ടോ. ഗുലാബ് ജാമ് നമ്മുടെ ഗോതമ്പ് ബ്രെഡിലാണ് ഉണ്ടാക്കണത്. അത് കുറച്ച് പാലൊഴിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ഷേപ്പിലിട്ടിട്ട് വറുത്തെടുക്കുക. എന്നിട്ട് നമ്മൾ പഞ്ചസാര പാനിയിലിടാം കേട്ടോ. അത്രേ ഉള്ളൂ. ഗുലാബ് ജാം റെഡി. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഐസ്ക്രീം തിന്നണം തോന്നി. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ മാംഗോ ഐസ്ക്രീം ആട്ടോ, ഈ സ്റ്റിക്കിലൊക്കെ വെച്ചിട്ടുള്ള ഐസ്ക്രീം ഉണ്ടാക്കിയത്. എന്താ സ്റ്റിക്ക് ഐസ്ക്രീം എന്താ ഇതിന് പറയുക എനിക്കറിയില്ല. അപ്പോൾ അതുണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇങ്ങനത്തെ ഒരു മോൾഡ് മേടിച്ചാൽ മതി. പിന്നെ ഞാൻ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ എവിടെയോ കണ്ടു ഈ റവ കൊണ്ട് മുട്ടയൊന്നും ഇല്ലാതെ ബ്രെഡ് ഉണ്ടാക്കാമെന്ന് കേട്ടോ. അവരുടെ ബ്രെഡ് കണ്ടാൽ നമ്മൾ ഉണ്ടാക്കി പൂവിട്ടോ അത്രയും സോഫ്റ്റ് ആയിട്ടായിരിക്കും കിട്ടിയിട്ടായിരുന്നു, ഈസ്റ്റൊക്കെ ഇട്ടിട്ടാട്ടോ. പക്ഷേ എൻ്റെ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്ലോപ്പായിപ്പോയി. ഇങ്ങനെ മൂടി വെച്ചിട്ട് അത് നന്നായിട്ട് പൊന്തി വരും ഈസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ. പക്ഷേ എൻ്റെ പൊന്തി വന്നില്ല കേട്ടോ അധികം. അപ്പോൾ എനിക്കെന്നെ ഒരു പന്തികേട് തോന്നി. ഈസ്റ്റിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാനെന്തോ ഇത് രണ്ടും കളിപ്പിച്ച് അങ്ങോട്ട് ഓവനിൽ വെച്ചു കേട്ടോ. പക്ഷെ അതിൽ ഓവനിൽ വെച്ചിട്ട് അതിനൊരു അനക്കമില്ല, അതേപോലെ തന്നെ ഇങ്ങനെ കിടക്കുക. എന്നിട്ട് ഞാൻ ഒന്ന് തൊട്ട് നോക്കി, ഈ പാറക്കല്ലുണ്ടാവില്ലേ അപ്പുറമായിട്ട് അത് കിടക്കണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ മുറിച്ച് നോക്കി, വെട്ടി വേണ്ടി വരും എന്ന് വിചാരിച്ചു. ഞാൻ ഉള്ള ശക്തിയിലൊക്കെ ഞാൻ സാധാ കത്തി വെച്ച് അങ്ങോട്ട് മുറിച്ചെടുത്തു. വലിയ കാര്യമൊന്നുമില്ല, അത് നേരെ കൊണ്ട് വേസ്റ്റ് കൊട്ടയിൽ കൊണ്ടിട്ടു കേട്ടോ. അത്ര തന്നെ ഉള്ളൂ. എൻ്റെ കുറച്ച് ദിവസമായിട്ട് എല്ലാം ഫ്ലോപ്പായി പോകാറുണ്ട് കേസ്, എന്താണെന്നറിയില്ല.